കോഴിക്കോട് തോരായിക്കടവ് പാലം തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കിഫ്ബി നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ച് 4 മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല. നടത്തിപ്പ് ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ KRFB മറുപടി പോലും നൽകിയില്ലെന്നും കിഫ്ബിയുടെ വിമർശനം. അതേസമയം ജില്ലയിലെ ജനപ്രതിനിധി കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഇവിടെ കിഫ്ബി തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പും സർക്കാർ തന്നെയും വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു, അല്ലേ? തീർച്ചയായും KP, അതായത് കിഫ്ബിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് ഈ തോരായിക്കടവ് പാലം നിർമ്മിക്കുന്നത്. അതിന്റെ ഭാഗമായി കിഫ്ബി ഉദ്യോഗസ്ഥർ മെയ് മാസത്തിൽ ഈ പാലത്തിൽ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആ പരിശോധനയിൽ പാലത്തിന്റെ നിർമ്മാണത്തിൽ കൃത്യമായ അപാകതയുണ്ട് എന്ന് കണ്ടെത്തുകയും മെയ് 19-ന് ഈ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പാലത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള KRFB എന്ന കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു മെമ്മോ കിഫ്ബി തന്നെ അയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മെമ്മോ അയച്ചതിന് ശേഷം 4 മാസം ഇന്നത്തോടുകൂടി 4 മാസം തികയാണ്. ഇതിന് ശേഷം ഒരു മറുപടി പോലും ഈ കമ്പനി കിഫ്ബിക്ക് നൽകിയിട്ടില്ല എന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ പാലം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലം തകർന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്, ആരാണ് എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നടപടി എടുക്കുമെന്നായിരുന്നു മുഹമ്മദ് റിയാസ് പറഞ്ഞത്. എന്നാൽ ഈ കിഫ്ബി തന്നെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായതോടെ മന്ത്രി ഇന്ന് കൃത്യമായി ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഒന്നും പറയാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതായത് കിഫ്ബി നേരത്തെ തന്നെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തിയിൽ അഴിമതിയുണ്ട്, മാത്രമല്ല BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളും ഇത്തരത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പാലം, ആ പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് ഈ കിഫ്ബി തന്നെ നേരത്തെ കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട മെമ്മോ ഈ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കരാർ കമ്പനിക്ക് അയക്കുന്നു. അതിനുശേഷം ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ പാലം തകരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കൃത്യമായ ഒരു വീഴ്ച പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇന്ന് ചോദ്യം ചോദിച്ച സമയത്ത് മുഹമ്മദ് റിയാസ് ഒന്നും പറയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മാറിയത്. മറ്റെന്ത് വിഷയം ചോദിച്ചാലും മന്ത്രിക്ക് കാര്യം പറയാനുണ്ടാകുമായിരുന്നു. ഈ ഭൂമിയിലുള്ള എന്ത് വിഷയം ചോദിച്ചാലും അതിനൊരു പ്രതികരണം മുഹമ്മദ് റിയാസ് തരാറുണ്ട് മന്ത്രി. പക്ഷേ ഇന്നത്തെ ഈ സ്വന്തം കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ച സംഭവിച്ചിട്ട് മന്ത്രി ഒന്നും പ്രതികരിക്കാതെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും പ്രത്യക്ഷ സമരത്തിലേക്കും കടക്കാനുമൊക്കെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. KP.